കാട്ടാനയുടെ ആക്രമണം തുടർകഥയാവുകയാണ്. വണ്ടിപ്പെരിയാർ രാജമുടി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാന ഏക്കർ കണക്കിന് ഏലം കൃഷിയാണ് നശിപ്പിച്ചത്. ഫോറസ്റ്റ് അധികൃതരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിക്കുന്നുണ്ട് എങ്കിലും കാട്ടാനകൾ കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. അല്ല, ഇനി അങ്ങോട്ട് വേറെ ഉൾക്കാടുണ്ടോ? പട്ടുമുടി ചെന്നല്ലേ ഇറങ്ങുള്ളൂ അല്ലേ? റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭാഗ്യം സ്കിൻ സ്പെഷ്യൽ ഹോസ്പിറ്റൽ കമ്പം. നഖത്തിനുണ്ടാകുന്ന വിരച്ചുറ്റും ത്വക്കുരോഗങ്ങളും ശരീരത്തിലെ ഉണങ്ങാത്ത മുറിവുകളും വരഞ്ഞുകീറലും നിങ്ങളെ അലോസരപ്പെടുത്തുന്നുവോ? മുഖക്കുരുവും കറുത്തമറുകും മുടികൊഴിച്ചിലും വെള്ളപ്പാണ്ടും നിങ്ങളുടെ സൗന്ദര്യം കുറയ്ക്കുന്നുവോ? കൈകളിലെ തഴമ്പ് നിങ്ങളുടെ കൈയുടെ മാർദ്ദവം കുറയ്ക്കുന്നുവോ? എങ്കിൽ ഉടൻ പരിഹാരമുണ്ട്. ഭാഗ്യ ആശുപത്രി കമ്പം. കർഷക ദിനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഏലം കൃഷി നശിപ്പിച്ചതാണ് ചർച്ചയാകുന്നത്. കഴിഞ്ഞ 2 മാസക്കാലമായി 4ഓളം കാട്ടാനകളാണ് പീരുമേട് വണ്ടിപ്പെരിയാർ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടുത്തെ ആളുകളുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകൾ ഏലം, കാപ്പി, തെങ്ങ്, കവുങ്ങ്, പ്ലാവ് തുടങ്ങിയ കൃഷിദേഹങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ രാജമുടി ഭാഗത്തെത്തിയ കാട്ടാന പൂങ്കാവനം എസ്റ്റേറ്റിലും തൊട്ടടുത്തുള്ള 6ഓളം കർഷകരുടെയും ഏക്കർ കണക്കിന് ഏലം കൃഷിയാണ് ചവിട്ടി ഇല്ലാതാക്കിയത്. ഇത് പൂങ്കാവന എസ്റ്റേറ്റാണ്. രാജമുടി പെരിയാർ ഭാഗമാണ്. ഇവിടെ ഒരു 8-10 മാസങ്ങളായിട്ട് ഒരു 8-7 ആനകൾ ഇവിടെ സഞ്ചരിക്കുന്നുണ്ട് ഈ ഏരിയയിൽ തന്നെ. കുറച്ച് നാളായിട്ട് ഈ ശല്യം കൂടുതലായിട്ടുണ്ട്. വെളിയിൽ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ആന മാത്രമല്ല, ചിരുത്തപ്പുലികളും കൂടെ ഇവിടെ നടമാടുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ വന്നിട്ട് ഞങ്ങളുടെ ഈ പറമ്പിൽ കയറിയിട്ട് ഒരു 100 ഏലച്ചെടിയോളം നല്ല കായുള്ള ചെടികളാണ് മുഴുവനും നശിപ്പിച്ചേച്ച് പോയിരിക്കുക. ഞങ്ങൾ ആനയെ ഓടിക്കുന്നുണ്ട്. ഇപ്പോഴും ഈ ഭാഗത്ത് തന്നെ ആന നിൽപ്പുണ്ട്. ഇത് വെടിയൊക്കെ വെച്ച് ഓടിക്കുന്നുണ്ട്, എന്നാലും അത് പോകുന്നില്ല. അത് ഇവിടെ നിന്ന് ഓടിക്കാൻ എന്തെങ്കിലും സർക്കാർ ഭാഗത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നടത്തി തരണം. ഇവിടെ നിന്ന് ആനകളെ മാറ്റി. ഈ സമയത്തും കാട്ടാനകളെ തുരത്തുന്നതിന് വേണ്ടി ഫോറസ്റ്റ്, റാപ്പിഡ് ഫോഴ്സും നാട്ടുകാരും ശ്രമം നടത്തുന്നുണ്ട്. എങ്കിലും രാത്രിയാകുമ്പോൾ വീണ്ടും ജനവാസ മേഖലയിൽ തന്നെ കാട്ടാനകൾ തിരികെ എത്തുകയാണ്. ഇതുമൂലം ജനങ്ങൾ ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയും നിലനിൽക്കുകയാണ്. ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങൾക്ക് ഭീതി പരത്തുന്ന കാട്ടാനകളെ കാട്ടിലേക്ക് മടക്കി അയക്കാനുള്ള നടപടികളിൽ കാര്യക്ഷമമായി വനംവകുപ്പ് ഇടപെടുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അടിയന്തരമായി ഇവിടെ നിന്നും കാട്ടാനകളെ മാറ്റാനുള്ള നടപടി ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികളുടെയും കർഷകരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.